പ്രൈവറ്റ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ NIOS കോഴ്സുകൾ ആരംഭിച്ച ദീപ കോളേജ് മഹത്തായ സേവന പാരമ്പര്യവുമായി 40 വർഷം പൂർത്തിയാക്കുന്നു. 4 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന +2 കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി, PG, ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ട്യൂഷൻ ഫോർ +2, BCom, BSc, മികച്ച പരിശീലനം, ഉന്നത വിജയശതമാനം. ദീപ കോളേജ്, തോപ്പുംപടി, എറണാകുളം, കാലടി, ചേർത്തല. കേരള യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന ജാഥയ്ക്ക് ഫോർട്ട് കൊച്ചിയിൽ സ്വീകരണം നൽകി. കേരള യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചായിക്കട നയിക്കുന്ന കാസർഗോഡ് നിന്നും ആരംഭിച്ച തീരദേശ സംരക്ഷണ യാത്രയ്ക്ക് ഫോർട്ട് കൊച്ചിയിൽ സ്വീകരണം നൽകി. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചായിക്കടനാണ് ഈ ജാഥ നയിക്കുന്നത്. മെയ് മാസം 1-ാം തീയതി കാസർഗോഡ് നിന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്ത ജാഥയാണ് സഞ്ചരിച്ച് ഇന്ന് എറണാകുളം ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് 9-ാം തീയതി തിരുവനന്തപുരത്താണ് ഇത് സമാപിക്കുന്നത്. തീരദേശ മേഖലയുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ആശയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ബ്ലൂ എക്കണോമി നിയമം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ നിയമത്തിനെതിരായിട്ട് ജോസ് കെ മാണി വളരെ വിശദമായി തന്നെ കേരള കോൺഗ്രസ് M കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് CX ജോഷോ അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ബാബു ജോസഫ്, PV ജോഷി, MM ഫ്രാൻസിസ്, പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ്, TA ഡേവിഡ്, അഡ്വക്കേറ്റ് മേരി ഹർഷ, ബേബി മാധവൻ, MJ ബൈജു, അഡ്വക്കേറ്റ് ആന്റണി പുത്തമ്പറമ്പിൽ, വിൻസി ബൈജു, CPM ഏരിയ സെക്രട്ടറി PS രാജം എന്നിവർ പ്രസംഗിച്ചു. 2100 കോടി രൂപ കേരളത്തിലെ ചെറുകിട റബ്ബർ കർഷകരുടെ പോക്കറ്റിലേക്ക്, അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുവാൻ കഴിഞ്ഞ കേരള കോൺഗ്രസ് പ്രസ്ഥാനവും അതിന്റെ യുവജന സംഘടനയും ഇന്ന് ഈ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. ബോട്ടുകളിൽ വലിയ രീതിയിലോ ചെറിയ രീതിയിലോ ആയിക്കൊള്ളട്ടെ മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഈ നാട്ടിൽ തന്നെ അവരുടെ ഉപജീവന മാർഗം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി ആവശ്യമാണ് എങ്കിൽ ഡീസലിനും പെട്രോളിനും പോലും കേന്ദ്ര സർക്കാർ സബ്സിഡി അനുവദിക്കുന്ന വിധത്തിലേക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അതിനുള്ള പ്രപ്പോസലുകളുമായി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ഏത് വിധേനയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുവാനായിട്ട് ഈ പാർട്ടിയും അതിന്റെ നേതൃത്വവും തയ്യാറാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.